എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ രചന അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ രചന ചോദിക്കുന്നു, എന്താ മോനെ നീ ആലോചിക്കുന്നു ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാനിങ്ങനെ ഡാഡിയെ പറ്റി ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ചിപ്പിയെ പറ്റി ആലോചിക്കുകയായിരുന്നു പറയുന്നു. എന്നിട്ട് അവനൊരു ഡിമാൻഡ് വെക്കുകയാണ്, ഞാനും അമ്മയും ഡാഡിയും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായേനെ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അത് കേട്ട് രചന അത്ഭുതപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ മനസ്സിനെ ആണെങ്കിൽ കൊടുത്ത് തീർത്ത മാധവനെ കൊണ്ട് ലയ കുടിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ മാധവ് അത് കുടിക്കുന്നില്ല. മാധവ് അത് പിന്നെ കുടിക്കില്ല എന്നും പറഞ്ഞ് വാഷ് ബേസിൽ കൊണ്ടൊഴിച്ച് കളയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ മഹേഷും ഇഷിതയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിനോദിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, എങ്ങനെയെങ്കിലും അവനെ ഇറക്കണം എന്നുള്ള കാര്യത്തിലാണ്. ആതിരെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മഹേഷ് ഇങ്ങനെ തൻ്റെ അനിയനെ പറ്റി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ചിപ്പി മോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചിപ്പി മോൾ ചോദിക്കുന്നു, എന്താണ് ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് പറയുന്നത്, ഡാഡിയെ പറ്റി ആദ്യമായിട്ടും ചോദിച്ചെന്ന് പറയുന്നു. അപ്പം മഹേഷ് അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇഷിത പറയുന്നു, എന്തായാലും മോള് കള്ളം പറയില്ല. അപ്പോൾ മഹേഷ് പറയുന്നില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ചിപ്പി പറയും, ഇല്ല ഞാൻ ഡാഡിയോട് കള്ളം പറയാറില്ലല്ലോ, സത്യം തന്നെയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുന്നത്, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചില്ലേന്ന് ചോദിക്കും. അപ്പം ചിപ്പി പറയാം, അത് ആദ്യമായിട്ടും ഡാഡിയെ സ്വപ്നം കണ്ടു അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇഷിത പറയാം, സ്വപ്നത്തിലുള്ള മനസ്സിലുള്ള കാര്യങ്ങളിലെ സ്വപ്നമായി വരുന്നത്, അതുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ടതായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവരൊന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മുടെ ചിപ്പി പറയും, എൻ്റെ സ്കൂളിലെ കിരൺ ചേട്ടൻ എന്ന് ഞങ്ങൾക്ക് സീറ്റ്സ് തന്നു. അപ്പോൾ അവർ ചോദിക്കുക എന്താണ്, അതായത് കിരൺ ചേട്ടനൊരു അനിയത്തി ഉണ്ടായി എന്ന് പറയും. അപ്പോൾ എനിക്ക് കളിക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഒന്നെങ്കിൽ ആദ്യേട്ടനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്കൊരു അനിയനെ തരണമെന്ന് പറയും. അപ്പം മഹേഷ് പറയും, അമ്മയോട് പറയാൻ പറയും. അങ്ങനെ ഇഷിതയോട് പറയണം. അപ്പോൾ ഇഷിത വല്ലാതെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇഷിത പറയാം, നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ രചനയും ആകാശ് മേനോനും പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. ഈ രചന ആകാശ് മേനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇങ്ങനെ ആദിക്ക് മഹേഷിനൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നു, അതിനി അവൻ്റെ ഉള്ളിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായിട്ട് വേണം മഹേഷ് കാണാൻ വേണ്ടി. അതിനുള്ള പുതിയ തന്ത്രങ്ങളുമായിട്ട് അവരിറങ്ങുകയാണ്. പിന്നീട് ആദി സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് മഹേഷ് അവിടെ വരുന്ന സമയത്ത് നമ്മുടെ ആദി ദൂരെ നിന്ന് മഹേഷിനെ കാണുകയാണ്. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ഡാഡി എന്ന് വിളിച്ച് ഇങ്ങനെ ചെല്ലുകയാണ്. പിന്നീട് ഇഷിതയും മഹേഷും തമ്മിലുള്ള കുറേ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ആദ്യത് ഇനി സ്വപ്നം കാണുന്നതാണോ ശരിക്കുള്ളതാണെന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡിലുണ്ടാവും. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.